ഓസ്മോട്ടിക് പ്രഷറിൽ എന്താ പറയുക നമ്മളിവിടെ? ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു given mass of a solute RT divided by molar mass of solute into volume വരെയാണ് നമ്മൾ കഥ പറയാൻ നിർത്തിയത്. മതി എടുത്തു വെച്ച് നിർത്തിയ ഇവിടെ വരെ പറഞ്ഞാൽ നമ്മൾ നിർത്തിയ. നോക്കി മക്കളെ, നമ്മൾ നമ്മൾ പറഞ്ഞു 4 കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ളൂ എന്ന് പറഞ്ഞു. ആ 4 കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇക്വേഷൻ സ്വന്തമായിട്ട് നിങ്ങൾ ഫോം ചെയ്തു. ഗ്രാഫ് ഉള്ളടുത്ത് ഗ്രാഫ് വെച്ച് നമ്മൾ പഠിച്ചു. ഈ 4 ഏറ്റവും നല്ല നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? 4 കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? ഏതാ? ഇല്ല, ബോയ്സ് എലവേഷൻ ബോയിലിംഗ് പോയിന്റ് ആണോ? അല്ല. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് എയർ പ്രഷർ അല്ല. ഓസ്മോട്ടിക് പ്രഷർ ആണ് മറ്റുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓസ്മോട്ടിക് പ്രഷറിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? മറ്റുള്ള കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓസ്മോട്ടിക് പ്രഷറിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓവർ അതർ കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമുക്ക് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ് പഠിക്കാൻ. എളുപ്പമാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കൊള്ളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ബോയിലിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് അങ്ങനെ ഒന്നും വേണ്ട. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. രണ്ടാമത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന സാധനം instead of using molarity is used instead of molality എന്നാണ്. ബാക്കി എല്ലാത്തിനും നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ബാക്കി എല്ലാം പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് അവിടെ ഫ്രീസിംഗ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? മൊളാലിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഓസ്മോട്ടിക് പ്രഷറിൽ ആരെ യൂസ് ചെയ്യുന്നത്? മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. ഈ മൊളാരിറ്റി യൂസ് ചെയ്യുന്ന പ്രത്യേകത എന്താ? പ്രത്യേകത യൂസർ ഫ്രണ്ട്ലി ആണ്. കാരണം മൊളാലിറ്റിയേക്കാൾ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് എന്തെന്ന് പറയുന്നത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാൻ ബി ഈസിലി ഡിറ്റർമൈൻഡ്, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ഒരു പ്രോപ്പർട്ടിയാണ്, ഒരു കോൺസെൻട്രേഷൻ ടേം ആണ് എന്ത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. ആ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ആർക്ക് പകരം യൂസ് ചെയ്യുന്നത്? മൊളാലിറ്റിക്ക് പകരം യൂസ് ചെയ്യുന്നത് എവിടെ? ഓസ്മോട്ടിക് പ്രഷറിന്റെ കാൽക്കുലേഷനിൽ. രണ്ടാമത്തെ റീസൺ. മൂന്നാമത്തെ റീസൺ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 50 ലിറ്ററിന്റെ വെള്ളം എടുത്ത് ഒരു ഉപ്പിടുന്നു. ബോയിലിംഗ് പോയിന്റ് എന്തെങ്കിലും ചേഞ്ച് കാണാൻ പറ്റൂടെ നമുക്ക്? പക്ഷെ ഓസ്മോട്ടിക് പ്രഷർ അങ്ങനല്ല. വിച്ച് ഹാവ് എ പ്രോപ്പർ വാല്യൂ അല്ലെങ്കിൽ ഡെഫിനിറ്റ് വാല്യൂ അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് വാല്യൂ ഈവൻ ഫോർ എ ഹയർ ഡൈലൂഷൻ. എത്രത്തോളം ഡൈലൂഷൻ കൂടിയാൽ അവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആരുടെ കേസില? ഓസ്മോട്ടിക് പ്രഷറിന്റെ കേസിൽ. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരുടെ കേസിൽ എന്ത് വരത്തില്ല? അത്രത്തോളം ഡൈലൂഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരത്തില്ല? ഒരു ചേഞ്ച് ഇൻ വാല്യൂ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈവൻ ഇൻ ഹൈലി ഡൈലൂട്ട് സൊല്യൂഷൻ എന്തുണ്ടായിരിക്കും? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, ബയോമോളിക്യൂൾസ് പോലുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് ഒരിക്കലും ബാക്കി മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. കാരണം ബയോമോളിക്യൂൾസ് ഒക്കെ ഹയർ ടെമ്പറേച്ചറിൽ ഡീനാച്ചുർ ചെയ്തു പോകുന്ന, നശിച്ചു പോകുന്ന ആൾക്കാരാണെന്ത്? ബയോമോളിക്യൂൾ സബ്സ്റ്റൻസ്. അങ്ങനെയുള്ളവർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല വേറെ മെത്തേഡ് ഉപയോഗിച്ച്. അതേപോലെ പോളിമേഴ്സ് പോലുള്ള ആൾക്കാരുണ്ട്. പോളിമേഴ്സ്. ഈ പോളിമേഴ്സിനെ സോലിബിലിറ്റി കുറവാണ്. സോലിബിൾ അല്ലാത്ത ആളുടെ ബോയിലിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കൂടെ? സോലിബിലിറ്റി കുറഞ്ഞ പോളിമേഴ്സ് പോലുള്ള ആൾക്കാരെയോ ഹയർ ടെമ്പറേച്ചർ ഡീനാച്ചുർ ചെയ്ത ബയോമോളിക്യൂൾസ് പോലുള്ള ആൾക്കാരെയോ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ചേഞ്ച് അവരുടെ മോളാർ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരിക്കും. ഈ 4 കാരണങ്ങൾ എന്തൊക്കെയാണ്? can be measured at room temperature. രണ്ടാമത് എന്താ പറഞ്ഞത്?
Molarity is used instead of molality, which can be easily determined. എന്താ പറഞ്ഞത്? Have a significant value even in a highly dilution solution. Highly diluted solution എന്തുണ്ട്? ഒരു significant osmotic value കാണും. നാലാമത്തത്, the biomolecule like substance which denature at higher temperature, or the polymer like substance which have a lesser solubility, their properties can be also measured only by the osmotic pressure. സത്യോ? Yes or no? ഈ 4 കാരണങ്ങൾ കൊണ്ട് മക്കളെ എന്തെന്ന് പറയുന്നത്, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറാനുള്ള കാരണം. യെസ് ഓർ നോ? ക്ലിയർ ഓർ നോട്ട്? ഉറപ്പാണ്, എഴുതാൻ ജസ്റ്റ് എഴുതിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. അഡ്വാൻറ്റേജ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഓവർ, advantage of osmotic pressure over other colligative properties. Advantage of osmotic pressure over other colligative properties. First point, osmotic pressure measurement can be done at osmotic pressure measurement can be done at osmotic pressure measurement can be done at room temperature. Osmotic pressure measurement can be done at room temperature. Second one, here molarity is used. Here molarity is used instead of molality. Here molarity is used instead of molality, which can easily determine. Which can easily determine. Can easily determine. The magnitude, third one, the magnitude of osmotic pressure is, the magnitude of osmotic pressure is large even for a large even for a very dilute solutions. Very dilute solution. Large for a very dilute solution. The last one, the magnitude of osmotic pressure is larger even for a very dilute solution. And the last one, this method can be used for determination of molar mass of biomolecules which are generally not stable at higher temperature, and for polymers which have poor solubility. Yes. ഈ ഓസ്മോട്ടിക് പ്രഷർ റിലേറ്റ് ചെയ്ത് 1-2 ചെറിയ കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മൾ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിസിൽ ജനറലി ഓസ്മോട്ടിക് പ്രഷറിന്റെ ബേസിസിൽ സൊല്യൂഷനുകളെ നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനെ വിളിക്കുന്ന പേര് മക്കളെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നും ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, and the last one is hypotonic. എന്തൊക്കെയാ മക്കളെ? ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക്.
ഒന്നുമില്ല മക്കളെ, രണ്ട് പേര് എടുക്കുക. രണ്ട് പേര് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. എയും ബി എന്ന് പറഞ്ഞ രണ്ടുപേരെ കൺസിഡർ ചെയ്യുന്നു. രണ്ടുപേരും വ്യത്യസ്തമായ ആൾക്കാരാണ്. ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും മൂവ്മെന്റ് നടക്കൂടാ? ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്തില്ല? യാതൊരു വിധത്തിലുള്ള മൂവ്മെന്റ് നടക്കത്തില്ല. അത്തരത്തിലുള്ള മിക്സ്ചർ ഓഫ് സൊല്യൂഷൻ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ഐസോട്ടോണിക്സ്. അതായത് എ ഈസ് ഐസോട്ടോണിക് വിത്ത് റെസ്പെക്ട് ടു ബി, അല്ലെങ്കിൽ ബി ഈസ് ഐസോട്ടോണിക് വിത്ത് റെസ്പെക്ട് ടു എ. കാരണം ബോത്ത് ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. അവിടെ എന്ത് ചെയ്യുന്നില്ല? ഓസ്മോസിസ് നടക്കുന്നില്ല മക്കളെ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? സെമി പെരൽ മെംബ്രെയിൻ ചുറ്റും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്ത് മൂവ് ചെയ്യുന്നില്ല? സോൾവെന്റ് മൂവ് ചെയ്യുന്നില്ല. അത്ര സൊല്യൂഷൻ വിളിച്ച പേരാ മക്കളെ എന്ത്? ഐസോട്ടോണിക് സൊല്യൂഷൻ. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഈ സലൈൻ കുത്തിവെച്ചിട്ടുണ്ടോ? സലൈൻ കുത്തിവെക്കാന്ന് പറയും. സലൈൻ കുത്തിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ തലറിയൊക്കെ ചെല്ലുമ്പോൾ സലൈൻ കുത്തിവെക്കാന്ന് പറയും. എന്താ ഈ സലൈൻ? അല്ലെങ്കിൽ നോർമൽ സലൈൻ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന സാധനം എന്താ സാധനം? ഉപ്പാടെ. അത് വെറുതെ എന്നാ പിന്നെ കുറച്ച് ഉപ്പ് എടുത്ത് നമുക്ക് തന്നെ ഇച്ചിരി ഉപ്പ് കലക്കി വെച്ച് അത് കുത്തിയാ പോരെ? ഹോസ്പിറ്റലിൽ പോയിട്ട് ഉപ്പ് കലക്കി കുത്തേണ്ട ആവശ്യമുണ്ടോ? ഇച്ചിരി ഉപ്പ് കലക്കുന്നു, ഒരു സിറിഞ്ച് എടുക്കുന്നു, ഇച്ചിരി വലിക്കുന്നു, നേരെ കുത്തുന്നു, പരിപാടി തീരുന്നു. നീ കൃത്യമായിട്ട് അവിടെ തന്നെ പോയി തലയും കുത്തുന്നതിന്റെ കാരണം എടാ ഹോസ്പിറ്റലിൽ നല്ല ഉപ്പാണോ? എന്താടേ? എന്തായിരിക്കും? ഐസോട്ടോണിക് ആയിരിക്കും ഹോസ്പിറ്റലിലെ. വളരെ കറക്റ്റാ. നമ്മുടെ ബ്ലഡിന് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള സാധനമല്ല കടത്തി വിടുന്നതെങ്കിൽ അവിടെ ചില മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മുടെ ബ്ലഡിന് ഐസോട്ടോണിക് ആയിട്ട് വരുന്നത് എന്റെ ബ്ലഡിന് ഐസോട്ടോണിക് ആയിട്ട് വരുന്നത് 0.9% NaCl സൊല്യൂഷൻ. ഈ 0.9% NaCl സൊല്യൂഷനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? നോർമൽ സലൈൻ സൊല്യൂഷൻ. വെറുതെ കാണുന്ന ഉപ്പുള്ളതിനെല്ലാം എന്തല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. നോർമൽ സലൈൻ സൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഉണ്ട്. എത്ര? 0.9% NaCl സൊല്യൂഷനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? നോർമൽ സലൈൻ സൊല്യൂഷൻ. ഇതാണ് കടത്തിവിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ നെർവിലേക്ക് കയറ്റിവിടുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ ഒരു സൊല്യൂഷനും എന്റെ ബ്ലഡ് സെൽസും എന്തായിരിക്കും? ഐസോട്ടോണിക് ആയിരിക്കും. അവിടെ എന്ത് നടക്കത്തില്ല? അന്നേരം ഓസ്മോസിസ് നടക്കത്തില്ല. ബ്ലഡിൽ നിന്ന് വാട്ടർ അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് ഇങ്ങോട്ടേക്കോ എന്ത് വരുന്നില്ല? വെള്ളം വരാത്തൊരവസ്ഥയാണ്. ഞാൻ സേഫാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എന്നാൽ പ്രശ്നം ഉണ്ടാവുന്ന കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹൈപ്പർ ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പർ ടോണിക്കിന്റെ വാക്ക് അർത്ഥം എന്താ? ഇപ്പൊ എ എന്ന് പറയുന്ന ആളുടെ ഓസ്മോട്ടിക് പ്രഷർ ബി എന്ന് പറയുന്ന ആളുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. എയുടെ ഓസ്മോട്ടിക് പ്രഷർ എന്താ പറഞ്ഞേ? ബിയുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബിയെ കമ്പയർ ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് എന്ത് കൂടുതലാന്ന് പറഞ്ഞേ? ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായ അയാളെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? ഹൈപ്പർ ടോണിക് എന്നും. എ കമ്പയർ ചെയ്യുമ്പോൾ ബിക്ക് എന്താ ഓസ്മോട്ടിക് പ്രഷർ കുറവല്ലേ? ബിയെ വിളിക്കുന്ന പേരാ എന്ത്? ഹൈപ്പോട്ടോണിക് എന്നും. സോ ഒരേപോലെയുള്ള ഓസ്മോട്ടിക് പ്രഷർ ഉള്ള രണ്ടുപേരെ വിളിക്കുന്ന പേരെന്താ? ഐസോട്ടോണിക് എന്നും. ഓസ്മോട്ടിക് പ്രഷർ കൂടിയ ആളെ വിളിക്കുന്ന പേര് ഹൈപ്പർ ടോണിക് എന്നും, കുറവുള്ള ആളെ വിളിക്കുന്ന പേരെന്താ? ഹൈപ്പോട്ടോണിക് എന്നും വിളിക്കുന്നത്. നിങ്ങള് ഞാൻ ഇതേ പറഞ്ഞ സാധനം തന്നെ നിങ്ങളുടെ ബ്ലഡിലേക്ക് ഞാൻ ഒരു 0.9% മുകളിലുള്ള ഒരു NaCl സൊല്യൂഷൻ ആണ് കടത്തിവിടുന്നത് വിചാരിക്കുക. എന്താ സംഭവിക്കുക മക്കളെ? 0.9%-ന് മുകളിൽ, അതായത് 0.10-ഓ 0.20% NaCl ആണ് കുത്തിവെക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ബ്ലഡ് എന്താവും? ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ കൂടും. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും ഒരേ ഓസ്മോട്ടിക് പ്രഷർ കാണിക്കുന്നവരാന്നാ പറഞ്ഞേ? ആണോ മക്കളെ? അല്ലെങ്കിൽ ഇവരെന്താന്നാ പറഞ്ഞേ? ഐസോട്ടോണിക് ആന്നാ പറഞ്ഞേ? മക്കളെ ഞാൻ ഈ പെർസെന്റേജ് കൂട്ടും, അർത്ഥം മനസ്സിലാക്കണേ. ഞാനിവിടെ 0.9 പകരം 0.10-ഓ 0.20 ഒക്കെ ആക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഇൻഡയറക്ട്ലി സോൾവെന്റിന്റെ എമൗണ്ട്, വെള്ളത്തിന്റെ എമൗണ്ട് എന്താ ചെയ്യുന്നത്? കുറയുകയല്ലേ ചെയ്യുന്നത്? ഈ ഒരു കോൺസെൻട്രേഷനിൽ യാതൊരു മൂവ്മെന്റ് നടക്കുന്നില്ല. പക്ഷെ ഇത് കോൺസെൻട്രേഷൻ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ? ബ്ലഡിൽ വെള്ളം എങ്ങോട്ടേക്ക് ഒഴുകും? ഈ സലൈൻ സൊല്യൂഷനിലേക്ക് ഒഴുകത്തിലൂടെ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും?
ഷ്രിങ്ക് ചെയ്യും. എന്താ ചെയ്യാ? ഷ്രിങ്ക് ചെയ്യും. സോ ഒരു 0.9% NaCl സൊല്യൂഷന് മുകളിലാണ് കൊടുക്കുന്നത്, എന്താ സംഭവിക്കുക? ബ്ലഡ് സെൽസ് ഷ്രിങ്ക്. ബ്ലഡ് സെൽസ് എന്താ ചെയ്യാ? ഷ്രിങ്ക് ചെയ്യും. തിരിച്ച് ലെസ് ദാൻ 0.9% NaCl സൊല്യൂഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലോ എന്ത് സംഭവിക്കും? അവിടെ എന്ത് കൂടുതലാ? 0.9% കുറവെന്ന് പറഞ്ഞാൽ 0.8 0.7 0.6 ഒക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്? അവിടെ എന്ത് കൂടുതലാ? സോൾവെന്റ് കൂടുതലാ. അവിടെ സോൾവെന്റ് എന്താ ചെയ്യുന്നത്? കൂടുതലാ. അപ്പൊ സോൾവെന്റ് എവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകും? ബ്രൈൻ സൊല്യൂഷൻ, തലയിൽ സൊല്യൂഷനിൽ എങ്ങോട്ടേക്ക് ഒഴുകുന്നേ? ബ്ലഡിലേക്ക് ഒഴുകും. ബ്ലഡ് എന്ത് ചെയ്യും? ബൾജ് ആവും, സ്വെല്ലി. എന്താ പറഞ്ഞ? ബ്ലഡ് സെല്ല് സ്വെൽസ്, ബ്ലഡ് സെൽസ് സ്വെൽസ് എന്നാ പറയുന്നത്. പഠിച്ചില്ലേ മക്കളെ? പോന്നെ കൺസെപ്റ്റ് മനസ്സിലായോടെ? എന്റെ ഇന്ന് തന്നെ പഠിച്ചാൽ എളുപ്പം ചാപ്റ്റർ മനസ്സിൽ തന്നെ ഇരിക്കും, മറന്നു പോത്തേലും ഒരിക്കലും. ഇവിടെ എന്താ പറയുന്നേ? ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% NaCl സൊല്യൂഷൻ, നോർമൽ സലൈൻ സൊല്യൂഷന്റെയും ഓസ്മോട്ടിക് പ്രഷറും ഈക്വൽ ആവുന്ന അവരെ വിളിച്ച പേരാ മക്കളെ എന്ത്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞ. എന്നാൽ ഞാൻ NaCl കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ സോൾവെന്റ് കുറയുകയും ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും? സോൾവെന്റ് ഒഴുകി സലൈൻ സൊല്യൂഷനിലേക്ക് പോകും. ബ്ലഡ് സെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. തിരിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. സലൈൻ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? സലൈൻ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം? സോൾവെന്റ് അവിടെ നിന്ന് ഒഴുകി വെളിയിലേക്ക് പോകണം. അത് വെളിയിലോട്ട് എങ്ങോട്ടാ പോകുന്നത്? ബ്ലഡിലോട്ട് പോവുകയും ബ്ലഡ് സെൽ എന്ത് ചെയ്യും? സ്വെല്ലാവുകയും ചെയ്യും. ഈ കൺസെപ്റ്റ് കിട്ടിയോടെ? 0.9% ആണെങ്കിൽ ഓക്കെ, ഐസോട്ടോണിക്. 0.9% കൂടുതലാണെങ്കിൽ ബ്ലഡ് സെല്ല് ഷ്രിങ്ക് ചെയ്യും. 0.9% കുറവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? സ്വെല്ല് ചെയ്യും. ഓർത്തിരിക്കാമോ? സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് നോക്കാം. ഈ ഓൺലൈൻ ഇരിക്കുന്ന മക്കൾക്ക് ഇതിന്റെ നോട്ട് ഞാൻ നാളെ തന്നെ അയച്ചു തരാം കേട്ടോ, PDF ആയിട്ട്. നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് എനിക്ക് അറിയാം. എഴുതിയെടുക്കുന്നത് നല്ല കാര്യം. എന്തായാലും ഞാൻ ഒന്ന് അയച്ചു തരാം കേട്ടോ. ക്ലിയർ? പെട്ടെന്ന് നോട്ട് ചെയ്യാം മക്കളെ. എന്താണ് ഐസോട്ടോണിക്, എന്താണ് ഹൈപ്പർട്ടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക് എന്ന് ഓർത്തിരിക്കുക, മനസ്സിലാക്കുക. നോക്കി, ഇത് ക്ലിയർ ആണോ മക്കളെ? ഈ കൺസെപ്റ്റ് കിട്ടിയോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഉറപ്പാണേ? യെസ്. അവിടെ ക്ലിയർ ആണോടെ? ഓൺലൈൻ ഇത് മനസ്സിലായോ? മക്കളെ ശ്രദ്ധിക്കണം. ഞാനൊരു ഉപ്പുവെള്ളവും ശുദ്ധജലവും കൂടെ ഒരു സെമി പെർമിയബിൾ മെമ്പറൈന്റെ ഇടയിൽ വെച്ച് ഇതാക്കി വെക്കുകയാണ്.
നമുക്കറിയാം എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും സോൾവെന്റ് മൂവ് ചെയ്യുന്നത്? പ്യുവർ വാട്ടർ ടു സാൾട്ട് വാട്ടർ ആയിരിക്കും. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആ പ്രഷർ അപ്ലൈ എന്ന് വിളിക്കുന്ന പേരെന്തോ? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എത്തിയ പിന്നെ മൂവ്മെന്റ് നടക്കൂടെ? ഇല്ല, ബ്ലോക്ക് ആയി. ഞാനിവിടെ ഓസ്മോട്ടിക് പ്രഷറിന് മുകളിൽ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. പ്രഷർ മോർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ആണ് അപ്ലൈ ചെയ്യുന്നതിൽ എന്ത് സംഭവിക്കും? ഓസ്മോസ് പറയുന്ന പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന പ്രഷർ എന്ന് വിളിക്കുന്ന പേരെന്ത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞത്. എങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? തിരിച്ചു, അതായത് ഇങ്ങോട്ടേക്കാണ് അന്നേരം മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യത്തില്ല ഇവിടെ. ഇങ്ങനെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ശുദ്ധജലം ഉണ്ടാക്കുന്നത്. സാൾട്ട് വാട്ടറിൽ നിന്ന് പ്യുവർ വാട്ടർ ഫോം ചെയ്യിക്കുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് ഓസ്മോസിസ്. എന്താ വിളിക്കുന്നേ? റിവേഴ്സ് ഓസ്മോസിസ്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നത് എങ്ങനെയായിരിക്കും മക്കളെ? വെൻ എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദി സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡില്ല, സൊല്യൂഷൻ സൈഡില് ഓസ്മോട്ടിക് പ്രഷറിന് മുകളിലുള്ള ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും മക്കളെ? റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്നു. റിവേഴ്സ് ഓസ്മോസിസ് വഴി നമ്മൾ എന്ത് ചെയ്ത? ഡിസ്റ്റിലേഷൻ ഓഫ് സീ വാട്ടർ എന്ന് പറയും. ഡിസ്റ്റിലേഷൻ ഓഫ് സീ വാട്ടർ പഠിച്ചില്ലേ ഈ അറബ് രാജ്യത്തൊക്കെ? കടൽ വെള്ളത്തിലാണ് ശുദ്ധജലം ഉണ്ടാക്കുന്ന പ്രോസസ്. എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഏതാണ്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്. എന്താ ചെയ്യുന്നത്? അതെ, സൊല്യൂഷൻ സൈഡിൽ, സാൾട്ട് വാട്ടറിലെ സൊല്യൂഷൻ, സൊല്യൂഷൻ സൈഡിൽ എന്താ ചെയ്യുന്നത്? ഓസ്മോട്ടിക് പ്രഷറിന് മുകളിലുള്ള ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ റിവേഴ്സ് ആയിട്ട് നടത്തുന്നു. അതിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യണോ? യെസ്. അപ്ലൈയിങ് എ പ്രഷർ greater than that of the osmotic pressure on the solution side, reverse osmosis occur and used for the distillation of sea water. നമുക്കളെ reverse osmosis അല്ലയോ? applying a pressure greater than the osmotic pressure, applying a pressure greater than the osmotic pressure on the solution side, reverse osmosis occurs. I think osmosis occurs in the backward direction called reverse osmosis. Osmosis occurred in the backward direction called reverse osmosis. ശ്രദ്ധിച്ചിരിക്കണേ ബാ മക്കളെ, ശ്രദ്ധിച്ചിരിക്കണേ ബാടാ പ്ലീസ്. ദയവേത് തീരുവ. നിങ്ങൾ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസ് ഒക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തരാമോ? ആദ്യം പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ മക്കളെ? ഫസ്റ്റ് പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. എന്താ ഫസ്റ്റ് വൺ? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0 A is equal to കൈബി മൊത്തത്തിൽ ഒന്ന് പറഞ്ഞോ. കൈബി എലാബറേറ്റ്. WB 1000 WB into MA divided by MB into WA. ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? elevation of boiling point, that is delta TB is equal to KB into WB into 1000 divided by MB into WA. മൂന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ മക്കളെ പഠിച്ചേ? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, that is delta TF is equal to KF into WB into 1000 divided by MB into WA. And the last one, osmotic pressure എന്താ പഠിച്ചേ? Osmotic pressure pi is equal to WB RT divided by MB into volume. ആണേ മക്കളെ ശ്രദ്ധിക്കണോ?
ഇവിടെ എല്ലാം നമുക്ക് വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരാളെ തരാണ്, നിങ്ങൾക്ക് അറിയത്തില്ല അത് ആരാന്ന്, പക്ഷെ അയാൾ ആരാന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് അയാൾക്കുണ്ടാവുന്ന ഈ ചേഞ്ചുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾ എത്ര എടുക്കുന്നത് നമുക്ക് അയാളുടെ മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ, വെയിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ആരെ യൂസ് ചെയ്തത്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് മോളാർ മാസ് ഓഫ് എ സൊല്യൂട്ട് ആയിരിക്കും. ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസ് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് എന്താ പറയുന്നത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏത് ഇക്വേഷൻ ഇട്ടാലും നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? മോളാർ മാസ് കിട്ടത്തിലൂടെ കിട്ടും, പക്ഷെ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ 4 ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും ആൻസർ, പക്ഷെ ആൻസർ തെറ്റായിരിക്കും. അതെന്തുകൊണ്ടാ തെറ്റാനുള്ള കാരണം? എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ട് മക്കളെ, ചെറിയൊരു പോരായ്മ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ തെറ്റ് സംഭവിക്കുന്നത്. എന്താണ് ആ പോരായ്മ എന്ന് ചോദിച്ചാൽ, എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അപ്പൊ ഞാൻ പറഞ്ഞുതരാം പോരായ്മ എന്താണ്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി that depends only upon the number of solute particle. ആകെ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കളെ? സൊല്യൂട്ട് പാർട്ടിക്കിളിന്റെ എണ്ണത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാ മക്കളെ എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോ നമ്മുടെ പേരെന്തോ? അക്ഷര NaCl എന്ന് പറയുന്ന ഒരു ഒരാളെ എടുക്കുന്നു, അയാളുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മോളാർ മാസ് എന്തോ ആയിക്കോട്ടെ കണ്ടുപിടിക്കാൻ പോകുന്നു. പക്ഷെ അക്ഷര എടുക്കുന്നത് ഒരു NaCl-നെയാണ്. പക്ഷെ അക്ഷര കൊണ്ടുവന്നത് വെള്ളത്തിനകത്ത് ഇടുമ്പോൾ അത് എത്ര അപ്പൊ അക്ഷര എടുക്കുന്ന ഒരാളെ മാത്രമേ ഉള്ളൂ, ഒരെണ്ണം എടുക്കുന്നു. പക്ഷെ അക്ഷരം കൊണ്ട് വെള്ളത്തിലിടുമ്പോൾ എത്ര എണ്ണമായിട്ട് മാറൂടെ? ഒരു Na+ ആയിട്ട് മാറും, ഒരു Cl- രണ്ട് പാർട്ടിക്കിളായിട്ട് മാറത്തിലൂടെ. അക്ഷരം എടുത്തത് എത്ര? ഒരെണ്ണത്തിനെ അക്ഷരം എടുത്തത്, പക്ഷെ അത് സൊല്യൂഷനകത്ത് എന്തായിട്ട് മാറിയത്? 2 എണ്ണമായിട്ട് മാറി. അക്ഷരയ്ക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര ആയിരിക്കും? 2 അക്ഷര കിട്ടുന്നത്. പക്ഷെ അക്ഷരയുടെ മനസ്സിൽ എന്തേ ഉള്ളത്? ഒന്നെന്ന് അക്ഷരയുടെ മനസ്സിരിക്കുന്നത്. അക്ഷരയ്ക്ക് കിട്ടുന്ന 2 അക്ഷര ആ 2 വെച്ചുകൂടെ ചെയ്തിരുന്നെങ്കിൽ അക്ഷരയ്ക്ക് സംഭവം കറക്റ്റ് ആയിട്ട് വന്നേനെ. ആ 2 എന്ന് പറയുന്ന എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ വേണ്ടി ആദ്യമായിട്ട് വന്ന ആളാണ് വാൻ ഹോഫ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ ആണ്, അതിനെ വിളിക്കുന്ന പേരാ മക്കളെ വാൻ ഹോഫ് ഫാക്ടർ. റെപ്രസെന്റഡ് ബൈ ഐ. വാൻ ഹോഫ് ഫാക്ടർ റെപ്രസെന്റഡ് ബൈ ഐ എന്ന് പറയും. എന്താണ് ആക്ച്വലി പല രീതിയിൽ നിങ്ങൾ NCERT തന്നെ പല രീതിയിലാണ് മക്കളെ വാൻ ഹോഫ് ഫാക്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്കും എക്സ്പ്ലെയിൻ ചെയ്യാം ആ എല്ലാ രീതികളും, എന്നിട്ട് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ? എന്താ സംഭവം എന്ന് പറഞ്ഞ? വാൻ ഹോഫ് ഫാക്ടർ എന്താന്നാ പറഞ്ഞേ? നമുക്ക് ആ കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് നമുക്ക് എന്ത്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെ, കറക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം. അതായത് നിങ്ങൾക്ക് വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാം. അതായത് അക്ഷരയ്ക്ക് കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ അക്ഷര കിട്ടേണ്ട മാസ്, NaCl-ന്റെ മാസ് അറിയാം, മോളാർ മാസ് അറിയാം അക്ഷരയ്ക്ക് കിട്ടേണ്ടിയിരുന്ന മാസും അക്ഷരയ്ക്ക് കിട്ടിയ മാസും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അക്ഷരയ്ക്ക് കിട്ടുന്ന അക്ഷരം എത്ര പേരുടെ മാസാ? 2 പാർട്ടിക്കിളുടെ മാസാണ് അല്ലെ. അതായത് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, അതായത് അക്ഷരയ്ക്ക് ഉണ്ടായ ചേഞ്ച്. നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് എനിക്ക് എന്ത് വിളിക്കാം? വാൻ ഹോഫ് ഫാക്ടർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അക്ഷര കണ്ടുപിടിച്ച കൊളിഗേറ്റീവ് ചേഞ്ച്, അതായത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, അക്ഷര കാണുന്ന ചേഞ്ച്, ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ, യഥാർത്ഥത്തിൽ ആരെങ്കിലും കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി.
ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? വാൻ ഹോഫ് ഫാക്ടർ ഐ ആണ്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ ഒത്തിരി ഇക്വേഷൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ള ഇക്വേഷനിലേക്ക് എത്താം. ഐ ഈസ് ഈക്വൽ ടു number of particles after dissociation or association. ഡിസോസിയേഷന് ശേഷമോ അസോസിയേഷന് ശേഷമോ ഉള്ള പാർട്ടിക്കിളിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ number of particles before dissociation or association. ഡിസോസിയേഷനോ അസോസിയേഷനോ മുന്നേ ഉള്ള പാർട്ടിക്കിൾ എനിക്ക് എന്ത് വിളിക്കാം? വാൻ ഹോ. അപ്പൊ രണ്ട് രീതി സംഭവിക്കാം. ഞാൻ അക്ഷരയുടെ കേസിൽ പറഞ്ഞ അക്ഷരക്ക് NaCl അല്ല കൊടുത്തത്. NaCl ആയതുകൊണ്ട് എന്ത് ചെയ്തവര് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഒരു Na+ഉം Cl- ആയത്. ഞാൻ ശരിക്കും വേറെ ആൾക്കാരെ കൂടെ ചിലപ്പോൾ ഒരു ചെയ്യാം, ഡൈമറൈസ് ചെയ്യാം, ട്രൈമറൈസ് ചെയ്യാം. രണ്ടുപേർ ഒന്നായിട്ട് മാറാം, 3 പേർ ഒന്നായിട്ട് മാറാം. അവിടെ അസോസിയേഷനാ. ഇപ്പൊ ഡിസോസിയേഷനും ആകാം, അസോസിയേഷനും ആകാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്ന ഈ ഐനെ എന്താ നമുക്ക് നോക്കാം. NaCl എന്ന് പറഞ്ഞ ആളെടുക്കുക ആദ്യം. NaClന്റെ ഐ എത്ര മക്കളെ? NaClന്റെ ഐ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എളുപ്പമായിരിക്കും. NaCl എന്ന് പറയുന്ന മോളിക്യൂൾ ഒരെണ്ണം ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയായിട്ടാ മാറും മക്കളെ? 2 ആയിട്ട് മാറും. 2 ഡിവൈഡ് ബൈ ബിഫോർ എത്ര ഉണ്ടായിരുന്നോ? 1 ആയിരിക്കും. സോ മാനപ്പെട്ടറിയും മക്കളെ 2 ആയിരിക്കത്തിലൂടെ. എന്നാൽ CaCl2 ആവുമ്പോഴോ, കാൽസ്യം ക്ലോറൈഡ് ആവുമ്പോഴോ, എത്ര വരുന്നേ? പറഞ്ഞോ. പറഞ്ഞ കേട്ടില്ല. 3 ആവും. കാരണം എന്താ? ഇവിടെ ഒരു Ca2+ഉം 2 Cl- അല്ലേ ആവുന്നേ. അപ്പൊ ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര വരുന്നേ? I is equal to 3. സ്റ്റാർട്ടിങ് എത്ര ഉണ്ടായിരുന്നത്? 1 3 ആയിരിക്കും അതിന്റെ ഐ ഫാക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ഡൈമറൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ ബെൻസീൻ. അർത്ഥം എന്താ മക്കളെ? ബെൻസീനകത്ത് എന്താ ചെയ്യുന്നേ? 2 അസറ്റിക് ആസിഡുകൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേരുക, അസോസിയേറ്റ് ചെയ്യുക. അപ്പൊ ആലോചിക്കണേ, 2 പേര് അസോസിയേറ്റ് ചെയ്തു. ആഫ്റ്റർ എത്ര ആയിരിക്കും മക്കളെ? 1. ആഫ്റ്റർ അസോസിയേഷൻ ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 2. ഡൈമറൈസേഷൻ എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ 2 പേര് ഒരുമിച്ച് ചേരുന്നു. ആദ്യം എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. അവസാനം എത്രയായി? ആഫ്റ്റർ എത്രയായി? കഴിഞ്ഞപ്പോ എത്രയായി? 1 ആയിട്ട് മാറി. അസോസിയേഷന് ശേഷം എത്രയായിട്ട് മാറി? 1 ആയിട്ട് മാറി. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു മക്കളെ? 2 ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ആയിരിക്കും മക്കളെ ഐ ഫാക്ടർ എന്ന് പറയുന്നത്? 1/2 ആയിരിക്കത്തിലൂടെ. അവിടെ ഓർത്തിരിക്കുക. ഡിസോസിയേഷൻ ആണെങ്കിൽ എപ്പോഴും ഐ ഫാക്ടർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഡിസോസിയേറ്റ് ആണെങ്കിൽ എപ്പോഴും എന്താ ചെയ്യാ? ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1-ൽ കൂടുതലായിരിക്കും. എന്നാൽ അസോസിയേഷൻ ആണെങ്കിലോ ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഐയുടെ വാല്യൂ ഡിസോസിയേഷൻ ആണെങ്കിൽ എപ്പോഴും 1-ൽ കൂടുതലും, അസോസിയേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? 1-ൽ കുറവുമായിരിക്കും. അതാണ് ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. കഥ മനസ്സിലായ മക്കളെ? ഇത് നോക്കിയേ, ഡൈമറൈസേഷൻ. മക്കൾ സംശയം ഉണ്ടോ? 2 അസറ്റിക് ആസിഡ് ബെൻസീൻ എന്ന് പറഞ്ഞ സൊല്യൂഷൻ, അത് 2 പേരുടെ ചേർന്ന് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. ആഫ്റ്റർ അസോസിയേഷൻ എത്രയേ ഉള്ളു? 1. ബിഫോർ എത്ര ഉണ്ടായിരുന്നത്? 2. ആ ഐ ഫാക്ടർ എത്ര എന്ന് പറഞ്ഞേ? 1/2 ആന്ന് പറഞ്ഞേ. കത്തിയോ മക്കളെ? ഇങ്ങനെ കിട്ടുന്ന ഈ ഐ ഫാക്ടർ ഉണ്ടല്ലോ മക്കളെ, ഈ ഐ ഫാക്ടറിനെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇക്വേഷനുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇതാണ് മക്കളെ എക്സാക്ട് കോളിഗേറ്റീവ് ഇക്വേഷൻ. കൃത്യമായിട്ടുള്ള കറക്റ്റഡ് ആയിട്ടുള്ള കോളിഗേറ്റീവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇവരാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ വാൻ ഹോഫ് ഫാക്ടറിനെ കോളിഗേറ്റീവ് ഇക്വേഷനുമായിട്ട് മൾട്ടിപ്ലൈ ഒരിക്കലും മാറ്റണ്ട. എഴുതിയത് മാറ്റല്ലേ, സെപ്പറേറ്റ് എഴുതിയാൽ മതി കേട്ടോ. കറക്റ്റഡ് കോളിഗേറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഇതാ മക്കളെ. ഇതും ഇവിടെ ഞാൻ ഒറ്റ കാര്യം ബേസിക് മൈൻഡിൽ ഇരിക്കണം നിങ്ങളെ.
എല്ലായിടും നമുക്ക് ഐ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഐ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇക്വേഷനകത്ത്. കാരണം ആരാണെന്ന് പറയുന്ന ക്വസ്റ്റ്യനുകളിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സൊല്യൂട്ട് ആരാണെന്ന് പറയണം. സൊല്യൂട്ട് വെറുതെ എക്സ് എന്നോ വൈ എന്നോ ഇസഡ് എന്നോ പറയുകയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു സൊല്യൂട്ട് ഉണ്ടെന്ന് പറയുന്നു, അവിടെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള എന്ത് ചെയ്യുക, കൊളിഗേറ്റീവ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. അവിടെ പ്രത്യേകം പറയുന്നു ഇന്നയാളാണ് സൊല്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മറക്കാതെ ഒരിക്കൽ എന്ത് ചെയ്യണം, ഐ എന്ന് പറയുന്ന വാല്യൂ അവിടെ ഇട്ട് കൊടുത്തിരിക്കണം. സത്യോ? റിപ്പീറ്റ് ചെയ്യണേ വീണ്ടും. സൊല്യൂട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഐ വാല്യൂ ഇട്ട് കൊടുക്കണം. സൊല്യൂട്ട് പറഞ്ഞില്ല നിങ്ങൾ എന്ത് ചെയ്യാം, ഐ ഇല്ല എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഐ എന്താന്ന് മനസ്സിലായല്ലോ? വാൻ ഹോഫ് ഫാക്ടർ എന്താണ്? കറക്ഷൻ ഫാക്ടർ ആണ്. കറക്ഷൻ ഫാക്ടർ ഫോർ ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. സോ കറക്ഷൻ ഫാക്ടർ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? നോർമൽ മോളാർ മാസ് ഡിവൈഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് എഴുതാം, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എഴുതാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡിസോസിയേഷൻ ഓർ അസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ പറഞ്ഞത്. ഡിസോസിയേഷൻ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, 1ൽ കൂടുതലായിരിക്കും. അസോസിയേഷൻ എന്തായിരിക്കും, 1ൽ കുറവായിരിക്കും. ആ ഈ ഫാക്ടറിനെ കൊണ്ടുവന്ന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, എക്സാക്ട് ആൻസർ അവിടെ കിട്ടുകയും ചെയ്യും. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഹാപ്പിലി പ്രസന്റിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഓരോ പോർഷന്റെയും ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഓരോ ടോപ്പിക്കിന്റെയും നമ്മൾ കംപ്ലീറ്റ്ലി ചാപ്റ്റർ തീർത്തു. നിങ്ങൾ ടെക്സ്റ്റ് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, NCERT ടെക്സ്റ്റ് ബുക്ക് വീട്ടിൽ പോയി വായിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. എളുപ്പമായിരിക്കും. കുറച്ച് എളുപ്പമാണ്, പാടൊന്നുമില്ല. പ്രോപ്പർലി ആയതുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മതി. എളുപ്പമായിട്ട് പഠിക്കുക. സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ വാക്ക്. നമ്മൾ അറിഞ്ഞു പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്താന്നുള്ളത് കേട്ടോ, അവർ പറയണമല്ലോ. അപ്പൊ സോ നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യണേ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. സോ ടോപ്പിക് കംപ്ലീറ്റഡ് ആണ്. നമുക്ക് അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ പ്രോപ്പർലി പഠിച്ചിട്ട് വരണം ഇതെല്ലാം. ഇക്വേഷൻസ് ആവട്ടെ, കണ്ടന്റ് ആവട്ടെ, നിങ്ങൾക്ക് പ്രോപ്പർ ഉണ്ടായി നമുക്ക് എന്ത് ചെയ്യാം, ബോർഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം, നീറ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം, ജിയുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് തന്നെ നമ്മൾ പോകത്തുള്ളൂ. അത് കവർ ചെയ്തിട്ട് വരാം. നിങ്ങൾ പക്ഷെ പഠിച്ചിട്ട് വരണം കേട്ടോ. പ്രോപ്പർലി പഠിക്കൂ. ഓക്കെ, അപ്പോ താങ്ക് യു.